ഒരു 2 മിനിറ്റ് സിഗ്നൽ ലൈറ്റ് ഓഫ് ആയാൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? എത്രയെത്ര അപകടങ്ങളുണ്ടാവും, എത്രയെത്ര ജീവനുകൾ നഷ്ടമാവും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രാഫിക് ക്ലിയർ ചെയ്യാൻ ആരംഭിച്ചത്. പിന്നീട് അതെനിക്കൊരു ശീലമായി. കുട്ടിക്കാലത്ത് പോലീസ് ആകാനായിരുന്നു ആഗ്രഹം. ഇപ്പൊ പകുതി ഒരു പോലീസുകാരൻ തന്നെയാണ്. മുത്തശ്ശ, ബർത്ത്ഡേയുടെ കാര്യം ഓർക്കാത്തതിന് മുത്തശ്ശി പിണങ്ങിയിരിക്ക. ആണോ? ഇപ്പൊ ശരിയാക്കി തരാം. റുക്കു 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 റുക്ക്, അരെ ബാബ റുക്കു റുക്ക്, ഓ മൈ ഡാർലിംഗ് ഗിവ് മീ എ ലുക്ക്. എന്താ കുഞ്ഞു കളിക്കാ? ഹായ്, മുത്തശ്ശിയുടെ പിണക്കം മാറ്റിയല്ലോ. മോളുടെ ഫ്രണ്ടിനെ വിളിക്കേ. മീന, മീന. മോളുടെ അച്ഛൻ മോളെ എത്രമാത്രം കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നതെന്നറിയോ? ഇവിടെ വെച്ചിരുന്ന എന്റെ ബൈക്ക് കാണുന്നില്ല. പുതിയ ബൈക്ക് രാപ്പകലെന്നില്ലാതെ ഓട്ടോ ഓടിച്ച് കഷ്ടപ്പെട്ടിട്ടാ മോളെ ഇത്രയും നല്ലൊരു സ്കൂളിലാവും പഠിപ്പിക്കുന്നേ. ശരി അങ്കിൾ, നന്നായി പഠിക്കാം. വെരി ഗുഡ്. ഓക്കേ അങ്കിൾ, ബൈ. ബൈ. ഈവനിങ് വരാൻ കേട്ടോ. ബൈ. സാറേ ഒരുപാട് നന്ദിയുണ്ടേ. ഞാനൊരു ഷുഗർ പേഷ്യന്റാ. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മയങ്ങി വീഴും. അതുകൊണ്ട് കഴിക്കാൻ വേണ്ടി ഞാനോട് മാറി. സാറ് വന്ന് ഈ ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് എന്റെ ജോലി പോയി. സാറിന്റെ വീട് എവിടെയായിരുന്നു? എന്റെ സ്ഥലം എവിടെയാ? സാറേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്റെ പേര് വീരഭദ്രൻ. ഇപ്പതേ സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിയാ. ഉറപ്പായിട്ട് സാർ, ഒരു സംശയം വേണ്ട. നല്ല പക്ക ക്ലീൻ സാധന, ഹൈലി ഹൈജീനിക്. ഞാനേ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. അതുപോലെ എന്താ സാറേ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഈ പാൻപരാഗ് ചവച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ നടക്കുന്ന വഴി തുപ്പിയിട്ടാല് ആരെങ്കിലും ഇതിൽ ചവിട്ടിയാൽ അവർക്ക് വല്ല പകർച്ചവ്യാധികളോ മറ്റോ വരില്ലേ? താൻ ഇപ്പോഴല്ലേ ഹൈജീനിക്കിന്റെ കാര്യം പറഞ്ഞത്? സിംഗപ്പൂരിൽ നിന്ന് വരികയെന്നല്ലേ പറഞ്ഞേ? സിംഗപ്പൂരിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ താൻ എത്ര രൂപ ഫൈൻ അടയ്ക്കേണ്ടി വന്നേനെ? അത് സിംഗപ്പൂർ, ഇത് ഇന്ത്യ. ഓ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പുച്ഛമാണോ തനിക്ക്? ഡോ ഒന്ന് പോകാൻ നോക്കിയേ. കാലത്തിന് ഉപദേശമായിട്ട് വന്നേക്കാ കളവൻ. റോഡിൽ ആര് തുപ്പിയാലും താനവരെ തല്ലൂ? അങ്ങനെയല്ല മാഡം, ഞാൻ മര്യാദയ്ക്കാ സംസാരിച്ചത്. ഇയാൾ എന്നോട് മര്യാദകേട് പറഞ്ഞു, അതാ അടിച്ചത്. ഓ, ഇപ്പൊ മര്യാദയില്ലാതെ ഞാൻ തുപ്പിയേക്കാം. താൻ എന്തുണ്ടാക്കുമെന്നാ? യുവർ ഓണർ, ഈ രാമസ്വാമി എന്ന് പറയുന്ന വ്യക്തി നടു റോട്ടിൽ നാട്ടുകാർ കാണുക ഒരാളെ തല്ലി. അത് കേസെടുത്ത് ചോദ്യം ചെയ്ത വനിതാ ഇൻസ്പെക്ടറെ വരെ തല്ലി. തെറ്റാണ് യുവർ ഓണർ. ഒരു എമോഷണൽ അടിച്ചു പോയതാണ്. എന്താ ഇമോഷണൽ അടിച്ചു പോയെന്ന്? ഞാനും ചിലപ്പോ ഇവിടെ തുപ്പിന്നൊക്കെ വരും. താൻ എന്ത് ചെയ്യുന്ന? നിന്നെയും അടിക്കും. പറയൂ സാർ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറേ, ഇവിടെ ഒരു മാന്യൻ പാൻപരാഗ് ചവച്ച് റോഡിൽ തുപ്പിയതും പോരാഞ്ഞ് സിംഗപ്പൂരിനെ അഭിമാനത്തോടെയും ഇന്ത്യയെ പുച്ഛിച്ചും സംസാരിച്ചു. അതുകൊണ്ടാണ് അടിച്ചത്. നിയമം സംരക്ഷിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥ എൻ്റെ ഷർട്ടിലേക്ക് തന്നെ തുപ്പി. അതുകൊണ്ടാണ് അടിച്ചത്. പക്ഷേ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ട ന്യായാധിപനായ അങ്ങ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് വേറെ വഴിയറിയില്ല.
അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ അടിച്ചത്. അങ്ങനെ എല്ലാത്തിലും കയറി ഇടപെടാൻ ആർക്കും അധികാരമില്ല. ആരെങ്കിലും തെറ്റ് ചെയ്താ കോടതിയിലേക്ക് വാ, കേസ് ഫയൽ ചെയ്യുക, ശിക്ഷ കൊടുക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായല്ലോ അല്ലേ? ഈ ഒരു തവണത്തേക്ക് മാത്രം ക്ഷമിച്ചേക്കുക. അതെ മോനെ, ഈ ഡാനിയലിന്റെ വീട് എവിടെയാ? എന്താണ് ഡാനിയലാ? ഡാനിയൽ സാരെന്ന് വിളിച്ചാ മതി. വന്നിരിക്കി ചേട്ടാ, കാണാനൊരു പാർട്ടി വന്നിട്ടുണ്ട്. എന്താ സാറേ, എന്താ വേണ്ടേ? എനിക്ക് വേണ്ടി ഒരു പണി ചെയ്യണം. ആ മെനു കാർഡ് കൊടുക്ക. ഇപ്പഴ തരേട്ടാ, എന്നാ പിടിക്കേ. ഡാനിയൽ സഹായങ്ങളുടെ വില വിവര പട്ടിക. ആയുധം തന്നെ തുണ. ആളെ തല്ലാൻ 25,000 രൂപ, കൈവെട്ടാൻ 50,000 രൂപ, കൊല്ലാൻ 1,00,000, അഡ്വാൻസ് 50%, GST 18% കൂട്ടിത്തരേണ്ടതാണ്. ഇതിലിപ്പോ ഏതാ വേണ്ടേ? ഒരാളെ കൊല്ലണം. കൊലയാ? അഡ്വാൻസോ? പുതിയ നോട്ടാ? ആരാ പാർട്ടി? അപ്പോഴേ ചേച്ചി, ഒരുത്തനെ കൊന്നിട്ട് വന്നിരിക്കുക, കേസെടുക്ക്. എടാ, നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ? കാശിന് വേണ്ടി ഓരോരുത്തരുടെ കൈ വെട്ടുന്നു, കാല് വെട്ടുന്നു. കൂടെ ഉള്ളവരെ തന്നെ ഒറ്റ കൊടുക്കും ഒരു ദിവസം നിന്നെ. ഒറ്റ കൊടുക്കുന്ന എന്താ അഡ്വൈസാ? ഏതേലും ഒരുത്തൻ 50 രൂപ തന്ന് നിന്നെ തീർക്കാൻ പറഞ്ഞാ നീ ഔട്ടാ. എടാ വൃത്തികെട്ടവനെ, എന്റെ ജീവന് 50 രൂപ വിലയുള്ളൂ. 50 രൂപയാ? 5 രൂപ പോലും നിനക്ക് വിലയില്ല. എന്നാ 10 രൂപയുണ്ട്, സ്റ്റേറ്റ്മെന്റ് മാറ്റി എഴുത. കഴിക്കുമോളെ, വയറ് നിറച്ച് കഴിക്കേ. ആ മുരിങ്ങയ്ക്ക എടുത്ത് കഴിക്കേ. കഴിക്ക് ചേട്ടാ. ഏയ്, എന്തു പറ്റി? വെള്ളം എടുത്ത് കുടിക്കേ. തലയിലൊന്നും തട്ടി കൊടുക്ക. എടി, കൊച്ചിനെന്താ നോക്ക്. മോളെ, എന്താ മോളെ പറ്റിയേ? മോളെ, എടി വെള്ളം കൊടുത്ത്. ഒന്ന് നോക്കി പിടിച്ചോളെ. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. തുപ്പ് മോളെ, വെള്ളമില്ലല്ലോ. നീ ഇവിടെ എന്ത് കളിക്ക്? വെള്ളം എടുക്ക്. എന്താ ചെയ്യാ? എന്താ? അയ്യോ ചേട്ടാ. മോളെ, ഒന്ന് നോക്ക് മോളെ. എന്താ പറ്റിയേ? എന്റെ മോൾക്ക് എന്താ പെട്ടെന്ന് പറ്റിയെന്ന് അറിയില്ല. പെട്ടെന്ന് പോടോ, പെട്ടെന്ന് പോ. നഴ്സ്, ചെന്ന് കാർഡിയോമോട്ടർ ഒന്ന് ചെക്ക് ചെയ്യും. എന്താടോ ഇതൊക്കെ? വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാന്ന് വെച്ചാ? നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. വെള്ളം വല്ല കാലത്തും അല്ലേ വരുന്നത്. ജോലിക്ക് പോയാൽ വെള്ളം എടുത്ത് വെക്കാൻ പറ്റില്ല. വെള്ളം എടുത്ത് വെക്കണമെങ്കിൽ ജോലിക്കും പോകാൻ പറ്റില്ല. Pulse is going down, ma'am. ഇപ്പോഴോ? Slowly pulse is going down, ma'am. Patient is dead, ma'am.